നമുക്ക് ഇന്നൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റൗവിൽ ഉരുളി വെച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഫെനൽ സീഡ്സും മസാലകളും ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ജിഞ്ചറും ഗാർലിക്ക് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഉള്ളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് അതും മിക്സ് ചെയ്ത് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് അതും മിക്സ് ചെയ്ത് വെജിറ്റബിളും കൂടെ ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒരു കുറച്ച് സമയം ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ചിക്കൻ വൈറ്റ് കളറാകും. ആ സമയത്ത് ഇത് കവർ ചെയ്ത് വെച്ചിട്ട് സ്റ്റൗ സിമ്മിലേക്ക് മാറ്റി ഒരു 5 മിനിറ്റ്സ് വേവിക്കണം. എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ആ സമയത്ത് സോൾട്ടും ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കണം. ഈ മൈദ ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നതേ നമ്മുടെ ചിക്കൻ സ്റ്റൂ നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ ഈ മൈദയുടെ റോ സ്മെല്ലൊക്കെ മാറി ചിക്കനിലേക്കെല്ലാം കോട്ടായിട്ട് നമുക്ക് റെഡിയായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് മിക്സായിട്ട് വീണ്ടും അതിനെ അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ്സും കൂടെ വേവിക്കണം. എന്നിട്ട് തുറന്നു കഴിയുമ്പോൾ കുറച്ചിങ്ങനെ ഗ്രേവി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. വെള്ളമൊക്കെ അതിനകത്തുനിന്ന് വന്നിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ആ സമയത്ത് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 2 പാലൊന്നും എടുക്കുന്നില്ല. എത്ര തേങ്ങാപ്പാലാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി അങ്ങ് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് വീണ്ടും കവർ ചെയ്ത് വെച്ച് ഒരു 5 മിനിറ്റ്സും കൂടെ വേവിക്കും. ആ സമയത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി തിക്കായിട്ട് ചിക്കനൊക്കെ വെന്തിങ്ങനെ ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ ബാക്കി തേങ്ങാപ്പാലും കൂടെ ആ സമയത്ത് ഒഴിച്ചിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് ഒന്നിങ്ങനെ ചൂടായി അങ്ങ് വന്നു കഴിയുമ്പം അതിനകത്തേക്ക് പച്ചക്കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അങ്ങ് കവർ ചെയ്ത് വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം നമ്മുടെ ക്രീമി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും.